നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. അപ്പൊ ഇന്നത്തെ വീഡിയോ PSC റാങ്ക് ജേതാക്കൾ രഹസ്യമായി ഉപയോഗിക്കുന്ന 3 പഠന തന്ത്രങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഞാൻ ജോലി വാങ്ങിയ അതേ രീതി അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച ആ പഠന തന്ത്രങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേറെ ആരും അധികം പറഞ്ഞു തരാത്ത 3 പഠനതന്ത്രങ്ങൾ. ഇതിൽ 3ാമത്തെ പഠനതന്ത്രം നിങ്ങൾ എന്തായാലും കേട്ടിരിക്കണം. അതുകൊണ്ട് വീഡിയോ ഒട്ടുമേ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോ വീഡിയോയിലേക്ക് പോയാലോ. നിങ്ങൾ രാത്രി പകലാക്കി പഠിക്കുന്നുണ്ടാകും. നിങ്ങളിൽ പലരും രാത്രി പകലാക്കി പഠിക്കുന്നുണ്ടാകും. ഉറക്കം കളഞ്ഞ് പുസ്തകങ്ങളൊക്കെ വായിച്ച് തീർക്കുന്നുണ്ടാകും. പക്ഷേ സത്യം പറയട്ടെ, കഷ്ടപ്പെട്ട് പഠിക്കുന്നവരല്ല, കുറച്ച് സ്മാർട്ടായി പഠിക്കുന്നവരാണ് റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയാലോ. എന്താണ് ഈ സ്മാർട്ട് വർക്ക്? അതറിയാമോ? റാങ്ക് ഹോൾഡേഴ്സ് ഒരിക്കലും പുറത്ത് പറയാത്ത, എന്നാൽ അവരെ വിജയത്തിലെത്തിച്ച ആ 3 സീക്രട്ട് തന്ത്രങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ പോകുന്നത്. എന്നെ വിശ്വസിക്കൂ, ഈ ഒരു 3 കാര്യം നിങ്ങൾ ഇന്ന് മുതൽ പരീക്ഷിച്ച് തുടങ്ങുവാണെങ്കിലേ അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉറപ്പായും ഉണ്ടാകും. ഉറപ്പ്. ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പൊ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണാൻ മറക്കത്തില്ലല്ലോ. അവസാനം വരെ കാണുന്നവർക്ക് മാത്രമേ ആ 3ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഒട്ടും സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയുടെ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യെസ് എന്നൊന്ന് താഴെ കമന്റ് ചെയ്തേക്കാമോ. നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ട് തന്നേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കൂ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ സീക്രട്ട്, ദ 80-20 റൂൾ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 80-20 റൂൾ. ഇതിനെ പാരേറ്റോ പ്രിൻസിപ്പിൾ എന്നും പറയും. പാരേറ്റോ പ്രിൻസിപ്പിൾ അഥവാ 80-20 റൂൾ. സാധാരണ ഒരു ഉദ്യോഗാർത്ഥി ചെയ്യുന്നത് സിലബസിലെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ പഠിക്കാൻ ശ്രമിക്കും. സിലബസ് എടുത്തിട്ട് സിലബസിലെ എല്ലാ കാര്യവും ഒരുപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതിന്റെ ഫലം എന്താണ്? ഒന്നും കൃത്യമായിട്ട് ആ കുട്ടിക്ക് ഓർമ്മ നിൽക്കത്തില്ല. എന്തോ എവിടെയൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ കൃത്യമായിട്ടൊന്നും ഓർമ്മ നിൽക്കത്തില്ല. എന്നാൽ റാങ്ക് ജേതാക്കൾ ചെയ്യുന്നത് ഇതല്ല. അവരെന്താ ചെയ്യുന്നത്? ഈ 80-20 റൂൾ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതെന്താന്ന് പറയാം. ഒരു പരീക്ഷയിലെ 80% മാർക്കും വരുന്നത് സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 20% ഭാഗങ്ങളിൽ നിന്നായിരിക്കും. ഇപ്പൊ റാങ്ക് ജേതാക്കള് ആ 20% ഭാഗങ്ങൾ ആദ്യം കണ്ടെത്തിയിട്ട് അതിൽ മാസ്റ്റർ ആകാൻ വേണ്ടി ശ്രമിക്കും. ഒരു ഉദാഹരണം പറയാവേ. ഇന്ത്യൻ ഭരണഘടന എടുത്തു. ഇന്ത്യൻ ഭരണഘടന മുഴുവൻ പഠിക്കുന്നതിന് പകരം ഉറപ്പായിട്ടും PSC ചോദിക്കുന്ന ഭാഗങ്ങളുണ്ട്. മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, പ്രധാനപ്പെട്ട ഭേദഗതികൾ, ഇവ അതായത് ഈ ഷുവർ ഷോട്ട് ഏരിയകളായിരിക്കും റാങ്ക് ജേതാക്കൾ ആദ്യം തറവാക്കുന്നത്. പിന്നെ മാത്രമേ ബാക്കിയുള്ളവ പഠിക്കത്തുള്ളൂ. അതാണ് 80-20 റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ സിലബസിലെ 80% മാർക്കും വരുന്നത് സിലബസിലെ ഏറ്റവും അപ്പൊ ഒരു പരീക്ഷയിലെ 80% മാർക്കും വരുന്നത് സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 20% ഭാഗങ്ങളിൽ നിന്നാണ്. ആ 20% ഭാഗം കണ്ടെത്തി അതിൽ മാസ്റ്റർ ആകാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ സിലബസ് ഫുള്ളായിട്ട് കാണാപ്പാഠം പഠിച്ചിട്ട് നിങ്ങൾ എങ്ങും എത്തത്തില്ല. അതല്ല ചെയ്യേണ്ടത്. PSC ചോദിക്കുന്ന കോർ ഏരിയാസ്, ഇതിൽ നിന്നും ഉറപ്പായിട്ടും ചോദ്യം വരും. അങ്ങനത്തെ ഏരിയാസ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് എവിടെ നിന്ന് ചോദിച്ചാലും, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം നെഗറ്റീവ് ഇല്ലാതെ എഴുതാൻ പറ്റണം. അതാണ് 80-20 റൂൾ. അത് നിങ്ങൾ ഫോളോ ചെയ്യുമോ? അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ 80-20 റൂൾ ഫോളോ ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിക്കേ. കഴിഞ്ഞ 5 വർഷത്തെ ചോദ്യ പേപ്പർ എടുക്കണം. പാറ്റേൺ മാറിയല്ലോ. അപ്പൊ പാറ്റേൺ മാറ്റിയ രീതിയിലുള്ള 5 വർഷത്തെ ചോദ്യ പേപ്പർ എടുക്കുക. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ഒരു പേപ്പറിൽ എഴുതുക. എൻ്റെ അങ്ങനത്തെ എത്രയോ പേപ്പർ ഇരിക്കുന്നു. അതായത് കുറെ ചോദ്യ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് ഈ ചോദ്യ പേപ്പറിൽ നിന്നും ഏതൊക്കെ ചോദ്യങ്ങളാണ് ആവർത്തിച്ച് ഏതൊക്കെ ഏരിയാസ് ആണ് ആവർത്തിച്ച് PSC ചോദിച്ചിട്ടുള്ളത്, ആ ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഒരു പേപ്പറിൽ എഴുതുക.
അതാണ് നിങ്ങളുടെ ഗോൾഡൻ ടോപ്പിക്സ്. അവിടെ നിന്ന് വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ. ഏറ്റവും നല്ല ടിപ്പാണ്, ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല ടിപ്പാണിത്. ഇപ്പൊ കഴിഞ്ഞ 5 വർഷത്തെ ചോദ്യപേപ്പർ എടുക്കുക. നിങ്ങൾ മടി കാണിക്കരുത്, ഇതിന് നിങ്ങൾ ഒട്ടും മടി കാണിക്കരുത്. നിങ്ങൾ വെറുതെ സിലബസ് തീർത്തുകൊണ്ടിരിക്കാതെ ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. കഴിഞ്ഞ 5 വർഷത്തെ ചോദ്യപേപ്പർ എടുത്തിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നൊരു പേപ്പറിൽ നിങ്ങൾ എഴുതുക. അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വെച്ചാലും അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പകുതി മാറ്റി വെച്ചാലും കുഴപ്പമില്ല. അത് നിങ്ങളുടെ ഗോൾഡൻ ടോപ്പിക്സ് ആണ്. അതിൽ നിന്നും പഠിക്കാൻ തുടങ്ങുക. അപ്പൊ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട റൂള്, 80-20 റൂൾ അഥവാ പാരേറ്റോ റൂൾ അല്ലെങ്കിൽ പാരേറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയും. ഓക്കെ, അപ്പോ ഈ ടിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഞാൻ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നത്. പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, LDC 2027 ബാച്ച്. മാർച്ച് മാസം 9-നാണ് ക്ലാസ് തുടങ്ങുന്നത്. ഇനി കുറച്ച് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പിള്ളേരെ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് കുട്ടികളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് സീറ്റ്സ്. അപ്പോൾ എന്റെ മെന്റർഷിപ്പിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അഡ്മിഷൻ ഓപ്പൺ ആണ്. എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റിയും ഉണ്ടായിരിക്കും. LDC മാത്രമല്ല, കമ്പനി LGS മുതൽ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് പരീക്ഷ വരെയുള്ള കോച്ചിങ് നമ്മുടെ ആപ്പിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാം മിതമായിട്ടുള്ള ഫീസിലാണ്. അപ്പൊ എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. ഇപ്പൊ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാം. ആപ്പ് സ്റ്റോറിലും അതുപോലെ പ്ലേ സ്റ്റോറിലും കമ്പ്യൂട്ടറിലും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെയാണ് നിങ്ങളെ നയിക്കാൻ പോകുന്നത്. അപ്പോൾ ജോയിൻ ഹർഷിതം എഡ്യൂടെക് ആപ്പ് നൗ. ഓക്കെ, അടുത്ത റൂളിലേക്ക് പോകാം. രണ്ടാമത്തെ സീക്രട്ട് ആണ് ആക്റ്റീവ് റീകോൾ അല്ലെങ്കിൽ റിവേഴ്സ് ലിസണിംഗ് എന്ന് പറയും. എന്താണ് ഈ രണ്ടാമത്തെ തന്ത്രം? നിങ്ങളിൽ പലരും പഠിക്കുന്നത് എങ്ങനെയാ? ഒരു പുസ്തകം തുറന്നു വെച്ചിട്ട് വായിക്കും, വീണ്ടും വായിക്കും, എന്നിട്ട് ഹൈലൈറ്റിംഗ് പെൻ കൊണ്ട് ആവശ്യമുള്ള അല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് പോയിന്റ്സ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യും. ഇത് ഏറ്റവും മടിയന്മാർ ചെയ്യുന്ന പഠന രീതിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് പാസീവ് ലേണിംഗ്. വായിക്കുമ്പം എല്ലാം മനസ്സിലായി എന്ന് തോന്നും, പക്ഷെ പരീക്ഷാ ഹാളിൽ ഒന്നുമേ ഓർമ്മ കാണത്തില്ല. പക്ഷേ റാങ്ക് ജേതാക്കൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്. അവരുപയോഗിക്കുന്ന മെത്തേഡാണ് ആക്റ്റീവ് റീകോൾ മെത്തേഡ്. എന്താണ് ഈ ആക്റ്റീവ് റീകോൾ? അതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു പേജ് വായിച്ച ശേഷം പുസ്തകം അടച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ വായിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ ലെക്ചർ നോട്ട്സ് പോലെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുക. അത് കിടിലം മെത്തേഡാണ്. മറന്നു പോകാതിരിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് ഈ ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. അല്ലെങ്കിൽ പറഞ്ഞു തന്ന എന്റെ റാങ്ക് അവൻ അടിച്ചുകൊണ്ട് പോയാലോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിൽപ്പെട്ട ഒരാളല്ല എന്ന് മനസ്സിലായല്ലോ. ഞാൻ എന്ത് ഹെൽപ്പിനും നിങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഓരോരോ വീഡിയോസ് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആക്റ്റീവ് റീകോൾ നിങ്ങൾ ചെയ്യുമല്ലോ. ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പേജ് വായിച്ച ശേഷം പുസ്തകം അടച്ചു വെച്ച് ഇപ്പോൾ വായിച്ച കാര്യം എന്തൊക്കെയാണ് എന്ന് മനസ്സിൽ ഓർക്കുക, അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതി നോക്കുക. അതായത് നിങ്ങളുടെ തലച്ചോറിന് പണി കൊടുക്ക്. തലച്ചോറിന് പണി കൊടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകൂ. അത് മനസ്സിലാക്കുക. വായിക്കാൻ നല്ല എളുപ്പമാണ്, പക്ഷേ നിങ്ങൾ വായിച്ച കാര്യം ഓർത്തെടുക്കാനാണ് കഷ്ടപ്പാട്. അപ്പൊ അങ്ങനെ കഷ്ടപ്പെടുത്തണം, തലച്ചോറിനെ അങ്ങനെ കഷ്ടപ്പെടുത്തണം. ആ കഷ്ടപ്പാടാണ് നിങ്ങളുടെ വിജയം. ഇതൊക്കെയാണ് വിജയതന്ത്രങ്ങൾ. അങ്ങനെ വെറുതെ ഒരാൾ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ വരത്തില്ല. എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് നിങ്ങളും അയാളും തമ്മിൽ കാണത്തില്ലേ? ആ ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി മൂന്നാമത്തെ സീക്രട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട സീക്രട്ട്, എക്സാമിനറുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കുക. ഇതാണ് ദ ബ്ലൂ പ്രിന്റ് സ്ട്രാറ്റജി, എക്സാമിനേഴ്സ് മൈൻഡ് സെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോ ഇവിടെ വരെ കണ്ടവർക്ക് മാത്രമുള്ള ഒരു ബോണസ് ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. പകുതി വെച്ച് സ്കിപ്പായ ആൾക്കാർക്ക് ഈ ടിപ്പ് കിട്ടത്തില്ല. ഓക്കെ, ഒരു ബോണസ് ടിപ്പാണ്. എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണ്? മുൻ വർഷ ചോദ്യ പേപ്പർ വർക്കൗട്ട് ചെയ്യും, ഉത്തരം കണ്ടുപിടിക്കും, മാർക്ക് നോക്കും. അത്രയല്ലേ ചെയ്യത്തുള്ളൂ. എന്നിട്ട് അടുത്തതിലേക്ക് പോകും. ഇത് സാധാരണ രീതിയാണ്, സാധാരണ ഉദ്യോഗാർത്ഥി ചെയ്യുന്നതാണ്. എന്നാൽ ഒരു ടോപ്പർ ഇങ്ങനെയല്ല PYQ ചെയ്യുന്നത്. അവരൊരു ചോദ്യം കണ്ടാൽ ചിന്തിക്കും, എക്സാമിനർ എന്തിനാണ് ഈ ചോദ്യം ചോദിച്ചത്? ഒരു ഉദാഹരണം പറയാം.
2025 നൊബേൽ സമ്മാനം ആർക്കാണ് ലഭിച്ചത്? ഓരോരോ മേഖലയിൽ ആർക്കാണ് ലഭിച്ചത് എന്ന് ഒരു ചോദ്യം വന്നു. ഇപ്പൊ കെമിസ്ട്രിയിലെ നൊബേൽ സമ്മാനം 2025 ആർക്കാണ് ലഭിച്ചത് ഒരു ചോദ്യം വന്നു. അപ്പൊ വെറുതെ ആ പേര് പഠിച്ചു പോകരുത്. റാങ്കുകാരൻ ചിന്തിക്കുന്നത് ഓഹോ അപ്പോ എക്സാമിനർക്ക് പുരസ്കാരങ്ങൾ എന്ന ടോപ്പിക് ഇഷ്ടമാണ്, അപ്പൊ എന്ത് ചെയ്യാം, ഈ വർഷത്തെ ഓസ്കാർ പഠിക്കാം, ബുക്കർ സമ്മാനം പഠിക്കാം, ജ്ഞാനപീഠ പുരസ്കാരം, ഇതെല്ലാം കൂടി ഇതിന്റെ കൂടെ ചേർത്തങ്ങ് പഠിക്കാം. അപ്പോ സാധാരണ ഒരാൾ ആ ടോപ്പിക്ക് മാത്രം പഠിക്കുമ്പോൾ റാങ്കുകാരൻ അതുമായിട്ട് ബന്ധപ്പെട്ട പുരസ്കാരങ്ങൾ എല്ലാം തന്നെ അവിടെ പഠിച്ചു വെക്കും. അപ്പൊ ചോദ്യത്തിന് പിന്നിലെ പാറ്റേൺ മനസ്സിലാക്കുക. പുരസ്കാരങ്ങൾ എന്ന പാറ്റേൺ, പുരസ്കാരം എക്സാമിനറിന് ഇഷ്ടമാണ് എന്ന പാറ്റേൺ മനസ്സിലാക്കുക. അപ്പൊ അതാണ് എക്സാമിനറുടെ ബ്ലൂ പ്രിന്റ്. എക്സാമിനർ നമുക്ക് തന്നേക്കുന്ന ക്ലൂ ആണ്, അത് പിടിച്ചങ്ങ് കയറണം. അത് പിടികിട്ടിയാൽ പിന്നെ നിങ്ങളെ ആർക്കും തോപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ മനസ്സിലായോ? 3 സീക്രട്ട് മനസ്സിലായോ? കിഡിലം 3 സീക്രട്ട് അല്ലേ? ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഈ 3 ടിപ്സും ഇഷ്ടപ്പെട്ടെങ്കിൽ, 3 തന്ത്രങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്കണേ. അപ്പോൾ സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് ഹാർഡ് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം ഈ 3 സ്മാർട്ട് വർക്ക് തന്ത്രങ്ങൾ കൂടി നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കൂ. മാറ്റം നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കാണാൻ സാധിക്കും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. കമ്പനി LGS വേണമെങ്കിൽ കമ്പനി LGS എടുക്കാം, BFA ബെഫ്കോ കോംബോ ബാച്ച് വേണമെങ്കിൽ അതെടുക്കാം. അങ്ങനെ എല്ലാം SI എടുക്കാം. അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എല്ലാ കോച്ചിങ്ങും ഉണ്ട്. അതുപോലെ യൂണിഫോം ജോബ്സിന്റെ എല്ലാം CPO, WCPO, ഫയർമാൻ എല്ലാം ഉണ്ട്. APO അതുപോലെ BFO എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാം സ്പെഷ്യൽ ടോപ്പിക്സ് അടക്കം ഫുൾ സിലബസ് കവറേജ് ആണ്. എവിടെ നിന്നും പുറത്തുനിന്ന് പഠിക്കേണ്ടാത്ത രീതിയിലാണ് ഞാൻ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നേക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഉപകാരപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള കിടിലം സ്റ്റഡി ടിപ്പുകൾക്കും അതുപോലെ ഷോർട്ട് ചോദ്യങ്ങൾക്കും വേണ്ടി നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.